പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 10-ാം തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ശബ്ദം നാം ഇപ്രകാരം ശ്രവിക്കുന്നു. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ദൈവം മനുഷ്യനെ പരിശോധിച്ചറിയുന്നത് ഹൃദയം നോക്കിയിട്ടാണ്. എന്നാൽ ദൈവം പ്രതിഫലം നൽകുന്നത് അവൻ്റെ ജീവിത രീതിയും പ്രവൃത്തിയും പരിശോധിച്ചുകൊണ്ടാണ്. ഹൃദയത്തിൽ ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കുന്നത്. ഹൃദയം അശുദ്ധമാണെങ്കിൽ ഹൃദയത്തിലുള്ള അശുദ്ധി നമ്മുടെ പ്രവൃത്തി തലങ്ങളിലേക്കും വ്യാപിക്കും. പ്രഭാതം മുതൽ പ്രദോഷം വരെ നാം എപ്രകാരം ജീവിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ക്രിസ്ത്യാനികളായിരിക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ രീതിക്ക് വിശുദ്ധിയുടെ പരിമളം കൈവരുന്നത് പരിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്നാണ്. നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ അനുദിനം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ പങ്കുചേർന്ന് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കുമ്പോൾ ആ ശീലം നമ്മുടെ ജീവിത രീതികളെ മുഴുവനായും വിശുദ്ധീകരിക്കും. ഈ വിശുദ്ധീകരണമാണ് നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും നിറയപ്പെടേണ്ടത്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്: എൻ്റെ ജീവിത രീതിയെ വിശുദ്ധീകരിക്കും വിധത്തിൽ ഈശോയുമായിട്ടുള്ളൊരു ബന്ധം എനിക്കുണ്ടോ എന്ന്. ഈ ബന്ധമാണ് നമ്മുടെ കുടുംബങ്ങളെയും ബന്ധങ്ങളെയും ദൈവാനുഗ്രഹത്തിൽ നിറയ്ക്കുന്നത്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.